കോർപ്പറേഷനിൽ ശ്രീലേഖ പി കെ പ്രശാന്ത് തർക്കം ഇപ്പോഴും തുടരുകയാണ്. പ്രശാന്തിന്റെ ഓഫീസിന് മുന്നിൽ പുതിയ ബോർഡ് ഇന്ന് രാവിലെ സ്ഥാപിച്ചിട്ടുണ്ട്. തർക്കമല്ല, സൗഹൃദ സംഭാഷണമല്ലേ അവർ നടത്തിയത്. നിങ്ങൾ തർക്കമായിട്ട് മാറ്റി, അവിടെ ഒരു തർക്കമില്ല. ഇന്ന് വൈകുന്നേരം നമ്മുടെ പട്ടം ആർച്ച് ബിഷപ്പ് നമ്മുടെ ക്ലിമീസ് ബാവ, കർദിനാൾ ക്ലിമീസ് ബാവ ഒരുക്കുന്ന ന്യൂ ഇയർ ക്രിസ്മസ് ഫീസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്നവരിൽ നിന്നും ഉപദേശവും അവരുടെ അനുഭവവും ഒക്കെ തന്നെ തേടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. വെള്ളാപ്പള്ളിയുടെ പ്രതികരണങ്ങളൊക്കെ വലിയ ചർച്ച വിവാദങ്ങളൊക്കെ കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അത് മാധ്യമങ്ങൾ എത്രയോ കാലമായി അദ്ദേഹം എന്ത് പറഞ്ഞാലും വിവാദങ്ങളാക്കുക എന്നുള്ളത് അതും സ്വാഭാവികമായിട്ടുമൊക്കെ സ്ഥിരം മാധ്യമങ്ങൾ ചെയ്യുന്നതാണ്. ആ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇവിടെ വന്നപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു കേട്ടതാണ്. ആ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അല്ല, വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹം അങ്ങനെയൊക്കെ വിളിക്കുന്ന ശൈലിയുള്ള ആളല്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നൊക്കെ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ ആ വാർത്തേൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആധികാരികമായിട്ട് എനിക്ക് പറയാനും സാധിക്കില്ല. മലപ്പുറം പരാമർശം, അതുപോലെ തന്നെ മുസ്ലിം വിദ്വേഷ പരാമർശങ്ങളെല്ലാം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഉള്ള പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പറയാൻ സാധിക്കും. കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ കോർപ്പറേഷൻ മേയർ എന്നുള്ള കാര്യത്തിലാണ് ശ്രദ്ധ ഊന്നാൻ വേണ്ടി പാർട്ടി പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ആധികാരികത പറയാൻ സാധിക്കും. കോർപ്പറേഷനിൽ ശ്രീലേഖ പി കെ പ്രശാന്ത് തർക്കം ഇപ്പോഴും തുടരുകയാണ്. പ്രശാന്തിന്റെ ഓഫീസിന് മുന്നിൽ പുതിയ ബോർഡ് ഇന്ന് രാവിലെ സ്ഥാപിച്ചിട്ടുണ്ട്. തർക്കമല്ല, സൗഹൃദ സംഭാഷണമല്ലേ അവർ നടത്തിയത്. നിങ്ങൾ തർക്കമായിട്ട് മാറ്റി, അവിടെ ഒരു തർക്കമില്ല. കൗൺസിലറുടെ റൂമിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. MLA അപ്പുറത്ത് അദ്ദേഹം ഇരുന്ന റൂമിലിരിക്കുന്നു. അവർക്ക് രണ്ടുപേരും വളരെ സൗഹാർദ്ദപരമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോയില്ലേ. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും അതാ സ്ഥലങ്ങളിലോട്ട് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു.